ഹായ്, ഇന്ന് നമ്മളിവിടെ ഹണി സോപ്പ് നിർമ്മിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ചെറിയ സാമ്പിൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇന്ന് അത് വിപുലമായിട്ട് നമ്മൾ വിപണിയിൽ എത്തിക്കുവാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഹണി സോപ്പിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ച് നമുക്ക് പറയാം. ആദ്യമായിട്ട് നമുക്കതിൻ്റെ വേണ്ടത് സോപ്പ് ബേസാണ്. ഇതിങ്ങനെ കട്ടയായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇതാണ് ഉണ്ടോ, ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് 1 കിലോയാണ്. അപ്പോൾ തന്നെ ഇതും ഒരു കിറ്റ് 1 കിലോയാണ്. ഇതാണ് നമ്മുടെ സോപ്പ് ബേസ്. ഇതിങ്ങനെ മുറിഞ്ഞ് വരും, ഒറ്റക്കെട്ടായിട്ടും വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് തേനാണ്. ഹണി തേൻ 100% ഗ്യാരണ്ടിയുള്ള നാടൻ തേനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഉപയോഗിക്കാനുള്ള മണം ഇതുണ്ടോ, ഇത് പല കളറുണ്ട്, പല മണമുണ്ട്. ഇത് റോസ്, ഇതുകൊണ്ട് ജാസ്മിൻ, അങ്ങനെ പിയേഴ്സ്, ലെക്സ്, അങ്ങനെ പല കളറുകളുണ്ട്. അതുപോലെ തന്നെ മണമുണ്ട്. അതുപോലെ തന്നെ കളറ് ഇതുണ്ടോ, കളറ് യെല്ലോയാണ്. അതുപോലെ തന്നെ ഗ്രീനാണ്. റോസ് അത് ഫുഡ് കളറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കളറ് ഇതെല്ലാമാണ് ചേർക്കേണ്ടത് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ മോൾഡാണിത് കണ്ടോ, ഹണി മോൾഡ്, ഹണി തേനീച്ചയുടെ പടമുള്ള ഹണി മോൾഡാണിത്. അപ്പോൾ ഇതൊരു മോൾഡാണ്, ഇത് പ്ലെയിൻ മോൾഡ്. ഇത്രയുമാണ്. ഇപ്പോൾ നമ്മളിനിയും ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ചെറിയ പീസുകളായിട്ട് ഉണ്ടോ, ഇങ്ങനെ ചെറിയ പീസുകൾ, ഇച്ചിരി പീസൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും. ഉണ്ടോ, ഇങ്ങനെ നമ്മൾ മുറിക്കുകയാണ്. ഉണ്ടോ, ഇങ്ങനെ മുറിക്കുകയാണ്. ഇങ്ങനെ മുറിച്ചിട്ട് ഓക്കെ. അപ്പം നമ്മുടെ സോപ്പ് ബേസ് നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് അരിയുക. ഇനി നമ്മളിത് അടുപ്പ വെച്ച് ചൂടാക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ തേന്, മറ്റേ ഓയില്, കളറ് എല്ലാം നമ്മൾ ചേർക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ബേസ് ചൂടാക്കാൻ പോകണേ. ആദ്യം നമ്മൾ ഇതുപോലെ വെള്ളം എടുത്ത് വെക്കുക. അപ്പോൾ തന്നെ അതിനകത്തോട്ട് നമ്മുടെ ബേസ് ഉണ്ടല്ലോ, ബേസ് ഇങ്ങനെ വയ്ക്കുന്നത്, ഇത് ഈ വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുക. ഉണ്ടോ, വെള്ളത്തിനകത്ത് ഇറക്കി വെക്കുക. ഇനി ഇത് ചൂടാവട്ടെ. ഇത് ചൂടായിട്ട് ഇതിങ്ങനെ ഉരുകി കഴിയുമ്പോൾ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഉരുകി കഴിയുമ്പോൾ ബാക്കിയുള്ള നമ്മൾ ചേർക്കുന്നതായിരിക്കും. ഓക്കെ. സോപ്പ് ബേസ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഉണ്ടോ, ഉരുകിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ഉണ്ടോ, നമ്മുടെ സോപ്പ് ബേസ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, ഇങ്ങനെ ഉരുകണം. ഇത് ഉരുകിയിട്ടില്ല, ശകലം നേരം കൊണ്ടുണ്ട്. ഉണ്ടോ, ശരിക്കും ഉരുകണം. നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു തരി പോലും കാണാൻ പാടില്ല. അതുപോലെ ഉരുകണം. ഉണ്ടോ, ഉരുകുന്ന കണ്ടോ. ഉരുകിയിട്ടുണ്ട്. ഉണ്ടോ, സോപ്പ് ബേസ് ഉരുകി കഴിഞ്ഞു. ഉണ്ടോ, ഉണ്ടോ, ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. ഇങ്ങനെ ഉരുകി. അടുത്ത നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയില്. ഇത് ജാസ്മിനാണ്, ജാസ്മിൻ മണമാണ്. നമ്മളത് ഒഴിക്കുകയാണ്. ഒഴിച്ചു. ഒന്ന് ഇളക്കണം, ശരിക്കും ഇളക്കണം. നമ്മൾ മണത്തിനുള്ളതാണ് ഒഴിച്ചേക്കുന്നത്, ജാസ്മിൻ. അടുത്ത നമ്മൾ തേനാണ്, തേൻ ഒഴിക്കുകയാണ്. ഹണി നമ്മൾ ഹണി ഒഴിച്ചിരിക്കുകയാണ്. നമ്മളടുത്ത കളറ് ഗ്രീൻ കളറാണ്, പച്ച. നമ്മൾ പച്ച കളറാണ്, ഗ്രീൻ കളർ. ഓക്കെ. ഇതോ
അപ്പോൾ ഇനി നമ്മൾ മോൾഡിനകത്തോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ ഗ്രീനാണ് കളർ വെച്ചിരിക്കുന്നത്, പച്ച കളർ. ഇതോ ജാസ്മിൻ്റെ മണമാണ്. ഹണി സോപ്പ്, ഹണി ബ്യൂട്ടി സോപ്പ്. നമ്മളിനിയിപ്പം മോൾഡിൽ ഒഴിക്കുകയാണ്. മോൾഡിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഈ പത മാറാൻ വേണ്ടി നമ്മൾ സാനിറ്റൈസർ ഒന്ന് അടിച്ചാൽ മതി.